നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ പറഞ്ഞത്? ഈ കുട്ടി സംസാരിക്കില്ലെന്നോ? നിങ്ങളെന്താ ഞങ്ങളെ വിളിച്ചു വരുത്തി കളിയാക്കുവാണോ? എടോ ബ്രോക്കറെ, ഈ ഊമ പെണ്ണിനെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? താൻ ഈ കാര്യം ഇവരോട് പറഞ്ഞില്ലായിരുന്നോ? എല്ലാം പറഞ്ഞിട്ടേ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? സാറ് ക്ഷമിക്കണം സാറേ, ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാ. എല്ലാം ഇവിടെ വന്ന് നേരിൽ കണ്ടറിയട്ടെ എന്ന് കരുതി. പിന്നെ ഈ കുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട ചിലപ്പോ ഞങ്ങൾ വേണ്ടാന്ന് തന്നെ പറയും. ഇത് വല്ലാത്തൊരു ചതിയായി പോയി. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ പറയണമായിരുന്നു. എന്താ ഇതൊക്കെ? അഞ്ജന സംസാരിക്കില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാ നീ ഇവരോട് പറയാതിരുന്നത്? നീയല്ലേ ഈ ആലോചന കൊണ്ടുവന്നത്? അത് എടുത്തി പെണ്ണിനെ ഇഷ്ടപ്പെട്ട പിന്നെ ഇതൊരു കുറവല്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു കുറവാണോ സാറേ? കുറവ് എപ്പോഴും കുറവ് തന്നെയാ. ഈ മിണ്ടാപ്രാണി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടേ എന്ത് ചെയ്യാനാ? നിങ്ങൾ ചതിയാ ചെയ്തത്. സംസാരിക്കാത്ത പെൺകുട്ടിയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ ആദ്യം പറയണമായിരുന്നു. നിങ്ങളിത് മനഃപൂർവ്വം മറച്ചു വെച്ചതാ. ബ്രോക്കറെ നിങ്ങൾ അതിന് കൂട്ടുപിടിച്ചു. വലിയ കുടുംബക്കാര്, അന്തസ്സുള്ളവര് എന്നൊക്കെയാ നിങ്ങളെ കുറിച്ച് കേട്ടത്. പക്ഷേ ഇതായിരുന്നു നിങ്ങളുടെ അന്തസ്സെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഈ വീട്ടിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യരുത്. താൻ എന്ത് മര്യാദ കേടോ കാണിച്ചത്? എല്ലാ കാര്യങ്ങളും ഇവരോട് പറയണമെന്ന് ഞാൻ തന്നോട് വ്യക്തമായി പറഞ്ഞതല്ലേ? അയാളെ വെറുതെ എന്തിനാ കുറ്റം പറയുന്നേ? നമ്മൾ തമ്മിലല്ലേ ഇന്നലെ ഫോണിൽ സംസാരിച്ചത്? നിങ്ങൾക്ക് അപ്പോഴെങ്കിലും പറയാമായിരുന്നല്ലോ. ഇയാൾ പറഞ്ഞു കാണുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എല്ലാ കാര്യങ്ങളും പറയണമെന്ന് വ്യക്തമായി ഞാൻ ഇയാളെ പറഞ്ഞു ഏൽപ്പിച്ചതാ. താൻ ഒറ്റ ഒരുത്തനാ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണം. മതി, നിർത്ത. വെറുതെ ഇരുന്ന് എന്റെ അനിയത്തിയെ വേഷം കെട്ടിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായില്ലേ? യതി സാറേ, എന്റെ അനിയത്തിയോട് ഇത് വേണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഒരബദ്ധം സംഭവിച്ചു. പെൺകുട്ടിയെ കിഷോറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോയിക്കൂടെ? സംസാരിക്കാൻ പറ്റില്ല എന്നത് അത്രയ്ക്ക് വലിയ കുറവാണ്. പിന്നെ കുറവല്ലാതെ കൂടുതലാണോ? അളിയ, സംസാരിക്കാൻ പറ്റാത്തത് ഒരു കുറവ് തന്നെയാണ്. ഇതൊക്കെ നേരത്തെ ഇവരോട് പറയണമായിരുന്നു. ഇനിയും നമ്മളിവിടെ നിൽക്കണോ? നീ എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. ഇനി എന്ത് പറയാനാ? ഒരു ഊമ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മകനില്ല. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. അഞ്ജന ഒരു പാവം കുട്ടിയാ. നിങ്ങൾക്കിവള് നല്ല മരുമകളായിരിക്കും. മോനെ കിഷോറെ, നിനക്കിവളൊരു നല്ല ഭാര്യയായിരിക്കും. ഇവളുടെ സംസാരശേഷി ഒരു കുറവായിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. കല്യാണം കഴിഞ്ഞ് വീടിനകത്ത് കഥകളി കാണിക്കാനെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഒരു ഊമ പെണ്ണിനെയാണ് ഇവൻ കല്യാണം കഴിച്ചതെന്ന് നാട്ടുകാരറിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. എന്റെ അനിയത്തി സംസാരിക്കില്ല, ശരിയാ എന്ന് കരുതി ഇവിടെ വന്ന് കയറി ഞങ്ങളെ അധിക്ഷേപിക്കാന്ന് നിങ്ങൾ കരുതരുത്. ഇതുവരെ ഞങ്ങൾ നിങ്ങളോട് മോശമായിട്ട് ഒന്നും സംസാരിക്കാതിരുന്നതേ ഞങ്ങളുടെ മര്യാദ കൊണ്ടാ. ഞങ്ങൾ ഇവിടെ പൊന്നുപോലെ നോക്കുന്നത്. പൊന്നുപോലെ വെള്ളി പോലെയോ ഒക്കെ നോക്കിക്കോ, അതൊക്കെ നിങ്ങളുടെ കാര്യം. എന്തായാലും ഇങ്ങനെ ഒരെണ്ണത്തിന് ഞങ്ങൾക്ക് വേണ്ട. അതെ,
അയ്യോ, അങ്ങനെ പറയരുത്. സ്ത്രീധനത്തിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല. മോനെ, അച്ഛനും അമ്മയും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? എങ്ങനെ മാറി ചിന്തിക്കണമെന്ന് അളിയൻ ഈ പറയുന്നത്? അളിയന്റെ ഈ മോന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതേപോലൊരു പെണ്ണിനെ അളിയന്റെ മോന് കല്യാണം കഴിച്ച് കൊടുക്കുമായിരുന്നോ? എന്താ സംശയം? 100 വട്ടം ഞാൻ സമ്മതിച്ചേനെ. അത്രയ്ക്ക് അനുകമ്പങ്ങ് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലേ സ്വന്തം മകനായ ഇവനെ കൊണ്ട് അളിയനെ അഞ്ജനെ അങ്ങ് കല്യാണം കഴിപ്പിക്ക്. എന്താ ഇപ്പൊ നാം ഇറങ്ങിപ്പോയോ? പറയാൻ എല്ലാവർക്കും എളുപ്പാ, ചെയ്യാനാണ് പ്രയാസം. പവിയേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിഖിൽ ഇവളെ കല്യാണം കഴിക്കട്ടെ. എന്തേ, അതിന് പറ്റില്ലേ? അളിയാ, ആത്മാർത്ഥതേ വാക്കിലല്ല പ്രവൃത്തിയിലാ വേണ്ടത്. അന്തസ്സുണ്ടെങ്കിൽ ഇതങ്ങ് ചെയ്ത് കാണിക്ക്. പവിത്രൻ ഇനി സംസാരിക്കരുത്. എന്റെ ആത്മാർത്ഥത തെളിയിക്കാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. അയ്യോ, അതെ, നിങ്ങൾ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. നിങ്ങളുടെ മകന് പകരം ഈ നിൽക്കുന്ന എന്റെ മകൻ നിഖിൽ അഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടും. അച്ഛാ, നീ എന്തായി പറയുന്നറിയോ? ഞാൻ എടുത്തിയാടി പറഞ്ഞതല്ല എടുത്തി. ഇവരെ പോലെയുള്ളവരുടെ വീട്ടിലേക്ക് എങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കും? ആ വീട്ടില് ഇവൾക്ക് എന്ത് സുരക്ഷിതത്വം ഉണ്ടാവും? ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതിന് പരിഹാരം കാണേണ്ടതും ഞാൻ തന്നെയാണ്. അഞ്ജന മോള് സംസാരിക്കില്ല എന്നുള്ളത് ഞങ്ങൾ ആരും ഒരു കുറവായിട്ട് കാണുന്നില്ല. ഏട്ടത്തി സമ്മതിച്ചാൽ ഈ നിമിഷം നിഖിലും അഞ്ജനയും തമ്മിലുള്ള കല്യാണം നടത്താൻ ഞാൻ തയ്യാറാണ്. എനിക്ക് 100 വട്ടം സമ്മതമാണ്. ഇനി എന്ത് കാണാനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അമ്മേ, ഇനി ഒന്നും പറയണ്ട. ഇതെന്റെയും കൂടെ തീരുമാനമാ. ഇനി എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? നമുക്കിറങ്ങാം. നടക്കാം. അത് തന്നെ. ദർശനെ, ക്ഷമിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്. അത് തിരുത്താൻ ഇങ്ങനെ ഒരു അവസരം ദർശനം എനിക്ക് തരണം. നിഖിൽ അഞ്ജനമോളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഞങ്ങൾക്കെല്ലാം അഞ്ജനമോളെ ഒരുപാട് ഇഷ്ടമാണ്. ഇവളെ മരുമകളായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. മോളെ, ഈ കല്യാണം നമ്മൾ ഗംഭീരമായി നടത്തും. നിഖിലിന് ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളതെന്ന് കൂടി അറിയണ്ടേ? അവൻ എൻ്റെ മകനാ. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും. കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ലെന്ന് അവന് നന്നായി അറിയാം.